അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദറിൻ്റെ രാവിനെയാണ് തിരഞ്ഞെടുത്തത്. എന്തിന്? ഖദറിൻ്റെ രാവിനെയാണ് അള്ളാഹു തിരഞ്ഞെടുത്തത്. എന്തിന്? വിശുദ്ധ ഖുർആനെ അവതരിപ്പിക്കുവാനും അതിൻ്റെ അവതരണത്തിന് തുടക്കം കുറിക്കാനും. വിശുദ്ധ ഖുർആൻ്റെ അവതരണത്തിനും അതിൻ്റെ അവതരണത്തിന് തുടക്കം കുറിക്കാനും ഖദറിൻ്റെ രാവിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത്. അപ്പോൾ ആ രാവിനൊരു പ്രത്യേകത ഉണ്ടാവും അല്ലേ? ആ രാവിനൊരു പ്രത്യേകത ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, വമാ അദ്റാക് മാ ലൈലത്തുൽ ഖദർ. വമാ അദ്റാക്, നിന്നെ അറിയിക്കുന്നത് എന്താണ്? മാ ഇസ്തിഫാമിയ. വമാ അദ്റാക്, നിന്നെ അറിയിക്കുന്നത് എന്താണ്? മാ ലൈലത്തുൽ ഖദർ. മാ ലൈലത്തുൽ ഖദർ, ഖദറിൻ്റെ രാവ് എന്ത് എന്നത്. അത് അറബി ഭാഷയിൽ പിന്നെ ഈ വമാ അദ്റാക് പ്രയോഗിച്ചിട്ട് എന്താണോ പറയുന്നത് അതിൻ്റെ ഗൗരവവും അതിൻ്റെ ആ പിന്നെ പ്രാധാന്യമൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ശൈലി പ്രയോഗിക്കുക. ഇപ്പോൾ നമുക്ക് വന്നല്ലോ ഒരിക്കൽ ആ ശൈലി വന്നില്ലേ നമുക്കൊരു അടുത്ത് അൽഖാരിയയിൽ. എങ്ങനെ വന്ന്? വമാ അദ്റാക മൽ ഖാരിയ. ഉണ്ടോ? ഖാരിയത്ത് എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. അത് ആളുകൾ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ആ ശൈലി ചോദ്യം. ഇതേപോലെ വേറൊരു അടുത്ത് വന്നില്ലേ? വമാ അദ്റാക് എന്താ? വമാ അവിടെ വമാ അദ്റാക മാ ഹിയ. അത് ഹുതമയില ഇല്ല, ആളുകൾ പകുതി മുഖിലാണ് ഇവിടെ ഉള്ളത് എനിക്ക് തോന്നുന്നത്. അതും ഖാരിയയിലാണ് അല്ലേ? അതും ഖാരിയയിലാണ്. ഫഅമ്മാ മൻ ഖഫത് മവാസിനു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. അതേപോലെ ഹുതമയിൽ എന്തല്ലേ? വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദ. തയ്യിബ്. അപ്പം വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ഖദറിൻ്റെ രാവ് എന്ത് എന്നത് നിന്നെ അറിയിക്കുന്നത് എന്താണ്? അതിനെന്താ മറുപടി? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. എന്താ ലൈലത്തുൽ ഖദർ? ഖദറിൻ്റെ രാവ് ഖൈറുൻ എന്ന് പറഞ്ഞാൽ അത് അഫ്ദൽ, ശ്രേഷ്ഠമാണ്. മിൻ അൽഫി ഷഹർ. അൽഫി ഷഹർ എന്ന് പറഞ്ഞാൽ 1000 മാസം. 1000 മാസത്തേക്കാൾ ഖൈറാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞിട്ട് ഒരു രാവല്ലേ? രാവ് എവിടുന്നാണ് തുടങ്ങുക? മഗ്രിബ് മുതൽ, സൂര്യാസ്തമയം മുതൽ, പ്രദോഷം മുതൽ തുടങ്ങി പ്രഭാതം വരെയാണ് ആര്? ലൈല്, രാവ്. മനസ്സിലല്ലേ? അപ്പോൾ ഒരു ദിവസം 24 മണിക്കൂറാണ് എങ്കിൽ അതിൽ രാവ് അസ്തമയം മുതൽ പിന്നെ ഉദയം വരെ 12 മണിക്കൂർ ആ സമയമാണെങ്കിൽ ആ 12 മണിക്കൂറിൻ്റെ മൂല്യമാണ് ഇപ്പോൾ ഈ പറയുന്നത്. അത് ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠം എന്നാണ്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠം. 1000 മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷായുസിൽ 83 വയസ്സും 4 മാസവും അല്ലേ? ഏതാനും ദിവസങ്ങളും. 83 വർഷം 4 മാസം. അപ്പോൾ ഒരു മനുഷ്യൻ ഈ ഖദറിൻ്റെ രാവിൽ, ലൈലത്തുൽ ഖദറിൽ ഒരു പുണ്യം ചെയ്യുകയാണ് എങ്കിൽ, സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ അയാൾ 83 വർഷവും 4 മാസവും പുണ്യം ചെയ്ത മേനിയാണ്. മനസ്സിലായ? അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തഹറൗ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിനെ തഹറൗ എന്ന് പറഞ്ഞാൽ ഉത്കടമായ ഇച്ഛയിൽ, അമിത താല്പര്യത്തിൽ അന്വേഷിക്കാൻ പറഞ്ഞത്. ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കാൻ പറഞ്ഞത് എന്തിനാ? ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കാൻ പറഞ്ഞത് പിന്നെ നമ്മളോട് സൽപ്രവൃത്തികൾ ചെയ്യാനാണ്, ദുആ ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് പറയാണ്, ലൈലത്തുൽ ഖദറാണ് എന്നറിഞ്ഞാൽ ഞാൻ എന്താണ് ദുആ ചെയ്യേണ്ടത്? അപ്പോൾ റസൂലുള്ള പറഞ്ഞു കൊടുത്തത് എന്താ? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ദുആ ചെയ്യാൻ പറഞ്ഞു. മനസ്സിലായി? അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നത് റമദാൻ മാസത്തിൻ്റെ ഒടുക്കത്തെ പത്തിലാണ്. ആ ഒടുക്കത്തെ പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷമ്മ പറയാണ്, അഹ്യാ ലൈലഹു ഐഖബ അഹ്ലഹു വശദ്ദ മിഅ്സറഹു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ഐഖബ അഹ്ലഹു, കുടുംബത്തെ വിളിച്ചുകൊണ്ട് കിട്ടും. അഹ്യാ ലൈലഹു, രാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഉറങ്ങാതെ കഴിച്ചു കൂട്ടും. മനസ്സിലായി? വശദ്ദ മിഅ്സറഹു എന്നാണ്. ഷദ്ദ മിഅ്സർ എന്നാണ് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടുമുണ്ട് മുറുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആരാധനക്കുള്ള ആ ഒരു ശൂരത്വം കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ഒരു ഊർജ്ജസ്വലത ലഭിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ യഥാർത്ഥത്തിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഭാര്യമാരെ പോലും പ്രാപിക്കാതെയാണ് റസൂൽ എന്ത് ചെയ്യുക? ലൈലത്തുൽ ഖദറിനെ അന്വേഷിച്ചുകൊണ്ട് അതേപോലെ തന്നെ ആരാധനയിൽ കഴിച്ചു കൂട്ടുന്നത് എന്നാണ് ആര് പറയണത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. മനസ്സിലായോ? അത് ലൈലത്തുൽ ഖദറിൻ്റെ മഹത്താണ്. ഇന്ന് പല ആളുകളെ സംബന്ധിച്ചിടത്തോളവും ലൈലത്തുൽ ഖദറിനുള്ള ഈ ഒരു ഗാംഭീര്യ ആളുകൾ ശരിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നോക്കി നിങ്ങൾ, പിന്നെ
നമുക്കല്ല പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച ഭാര്യമാർ വിവാഹത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മീസാഖുൻ ഖലീൽ എന്നാണ്. മീസാഖുൻ ഖലീൽ എന്താ മീസാഖുൻ ഖലീൽ എന്നാണ്? ശക്തമായ ഉടമ്പടിയാണ്, കരാറാണ് വിവാഹം. വിവാഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ 2 സ്ഥലത്ത് മീസാഖുൻ ഖലീൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിലൊരു സ്ഥലത്ത് പറഞ്ഞത് മീസാഖുൻ ഖലീൽ എന്ന് പറഞ്ഞാൽ ശക്തമായ ഉടമ്പടി കരാർ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? വിവാഹത്തെക്കുറിച്ചാണ്. വിവാഹം, ആ വിവാഹ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ പ്രാപിക്കുക എന്നുള്ളതല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഒഴിവാക്കുന്നതാണ്, അത് വേണ്ടെന്ന് വെക്കും. അതിനാണ് റസൂൽ എന്ന് പറഞ്ഞത് ശബ്ദ മീസർ ഉടുമുണ്ട് മുറുക്കി കൊടുക്കുമായിരുന്നു. മനസ്സിലായോ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവും അതിൻ്റെ പകലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഹറാമ് തേടി ഇറക്കും. അല്ലാഹ് കാക്കട്ടെ, നഊദു ബില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു മീസാഖുൻ ഖലീൽ, ശക്തമായ ഉടമ്പടി കരാർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച വിവാഹം, അതിലനുവദനീയമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ചരിത്രം നമ്മൾ വായിക്കുന്നത്. പക്ഷേ അനുയായികൾ പലരും, അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ, നിഷിദ്ധങ്ങളിൽ എന്ത് ചെയ്യാണ്? ആ ഖദറിൻ്റെ രാവിൽ തൻ്റെ ലൈംഗിക സുഖവും രതിയും അന്വേഷിക്കുന്ന അവസ്ഥ. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അലാക്കുല്ലി, ഇവിടെ നമ്മുടെ വിഷയം പിന്നെ ഖദറിൻ്റെ രാവ്, അതിൻ്റെ മഹത്വമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ അഫ്ദൽ, ശ്രേഷ്ഠമാണ് ഖദറിൻ്റെ രാവ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മണിക്കൂറുകൾ ഒരാൾ അള്ളാഹു അവതരിപ്പിക്കുന്നതായ ആ രാവിൻ്റെ നിറവിൽ മികവിൽ അള്ളാഹു അവതരിപ്പിക്കുന്നതായ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതനായിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൽ നിന്നുള്ളതായ അനുഗ്രഹ ആശിസ്സുകൾക്ക് അയാൾ പാത്രീഭൂതനായിട്ടുണ്ടെങ്കിൽ വലിയ ഭാഗ്യവാനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തൊക്കെ ആ രാവിനെ പിന്നെ അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്തത്. മനസ്സിലായോ?